ഇന്നത്തെ ശ്രീ ചൈതന്യ ചേതനം ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന ഭക്തമായ വിനീതമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലയിലെ 12-ാമത്തെ അധ്യായം 57-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. 12-ാം അധ്യായം 57-ാമത്തെ ശ്ലോകം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 12-ാമത്തെ അധ്യായം 57-ാമത്തെ ശ്ലോകം. വാസുദേവദത്തേര തെൻഹോ കൃപാരഭാജന സർവഭാവേ ആശ്രിയാച്ച് ചൈതന്യ ചരണ. വാസുദേവദത്തേര തെൻഹോ കൃപാരഭാജന സർവഭാവേ ആശ്രിയാച്ച് ചൈതന്യ ചരണ. വാസുദേവദത്തേര തെൻഹോ കൃപാരഭാജന സർവഭാവേ ആശ്രിയാച്ച് ചൈതന്യ ചരണ. ശബ്ദാർത്ഥം: വാസുദേവദത്തേര, വാസുദേവദത്തന്റെ, തേൻഹോ അദ്ദേഹം, കൃപാരഭാജന കൃപാപാത്രം, സർവഭാവെ എല്ലാ അർത്ഥത്തിലും, ആശ്രിയാച്ച് ആശ്രയം നേടി, ചൈതന്യ ചരണ ചൈതന്യ ചരണങ്ങളിൽ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാനന്ദ ഭക്തിവേദ സ്വാമി പ്രഭുപാദ് ചെയ്ത പ്രഭുപാദിക്ക് ജയം. വിവർത്തനം: ശ്രീ യദുനന്ദന ആചാര്യൻ വാസുദേവദത്തന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് വാസുദേവദത്തന്റെ എല്ലാ കാരുണ്യവും ലഭിച്ചിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപങ്കജങ്ങൾ സർവഭാവയെ സ്വീകരിക്കാൻ കഴിഞ്ഞു. ഭാവാർത്ഥം: വാസുദേവദത്തൻ മുമ്പ് വൃന്ദാവനത്തിലെ മധുവ്രതൻ എന്ന ഗായകനായിരുന്നു എന്ന് ഗൗര ഗണേശ ദീപികയിൽ 140 വിവരിച്ചിട്ടുണ്ട്. ജ്ഞാനതിഗ്രാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖ്യാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭുഷ്ടം സ്ഥാപിതം ഏന ഭൂതലേ സ്വയം ഗുരുഭക്താമുഖ്യം ദദാന്തിഷ്ടപദാന്തികം വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീ ഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹനഗുണാദാവിന്ദം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാഞ്ജലിദാംശ്ച നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. നമ്മള് ഈ ഒരു അദ്വൈത ഗതാധരന്മാരുടെ വിസ്തരണങ്ങൾ എന്ന അധ്യായം ആണ് ചർച്ച ചെയ്തു വരുന്നത്. അതിൽ അദ്വൈതാചാര്യന്റെ വിസ്തരണങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് നമുക്കറിയാം, ഇതില് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ യദുനന്ദൻ ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീല രഘുനാഥദാസ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവാണ്. യദുനന്ദൻ ആചാര്യൻ വാസുദേവദത്തൻ പറഞ്ഞൊരു മഹാഭക്തന്റെ ശിഷ്യനായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം, ഈ വാസുദേവദത്തിനെ പറ്റി നമ്മൾ മുമ്പും വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് വൃന്ദാവനത്തിൽ മധുവ്രതൻ എന്ന ഗായകനായിട്ടാണ് പറയപ്പെടുന്നത് ഗൗരഗണേശ ദീപികയിൽ. അപ്പൊ ഈ വാസുദേവദത്തിനെ പറ്റി നമ്മളും മുമ്പ് ഇതില് ചരിത്രത്തിൽ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. കാരണം അദ്ദേഹം 10-ാമത്തെ അധ്യായത്തില് അതിലേ തന്നെ 10-ാമത്തെ അധ്യായത്തിൽ തന്നെ 41-ാമത്തെ ശ്ലോകത്തില് അദ്ദേഹത്തിന് വേണ്ടി ചെറുതായിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ചൈതന്യവൃക്ഷത്തിന്റെ ശാഖകളിൽ നിന്ന് അതില് 41. ഒരു 10:41 പറയുന്നു. വാസുദേവദത്ത പ്രഭുര ഭൃത്യ മഹാശയ സഹസ്രമുഖ യാന്ത്ര ഗുണ കഹില നഹയ. അതില് ഉയർത്തത്തിൽ പറയുന്നു, ശ്രീ ചൈതന്യവൃക്ഷത്തിന്റെ 19-ാമത്തെ ശാഖയായ വാസുദേവദത്തൻ ശ്രേഷ്ഠനും ഭഗവാന്റെ അതിവിശ്വസ്തരായ ഭക്തരിൽ ഒരുവനുമായിരുന്നു. ഒരുവന് ആയിരക്കണക്കിന്
വായ്കൾ കൊണ്ടുപോലും അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ വർണ്ണിച്ച് തീർക്കാനാവില്ല. അപ്പം അത്രയും ഒരു ഉയർന്ന ഭക്തനായിരുന്നു. കാരണം വാസുദേവ് ദത്തൻ, മുകുന്ദ ദത്തൻ എന്ന് പറഞ്ഞ് രണ്ട് സഹോദരന്മാരായിരുന്നു. അവര് രണ്ടുപേരും ആ, ചൈതന്യ മഹാപ്രഭുവിന്റെ ഉത്തമ ഭക്തന്മാരായിരുന്നു രണ്ടുപേരും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം പിന്നെ നമുക്കറിയാം വാസുദേവ ദത്തനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും കേട്ടൊരു ഇത് തന്നെയാണ്. അദ്ദേഹം എല്ലാവരുടെയും പാപം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, ബാക്കിയുള്ള എല്ലാ ജീവാത്മാക്കളും തിരിച്ച് ഭഗവതാമത്തോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ഭഗവാന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തായിരുന്നു. ഈ ഒരു വാസുദേവ ദത്തൻ എന്ന് പറഞ്ഞ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് അത്രയും ഏഹ്, കരുണയുള്ളൊരു വ്യക്തി ഇതായിരുന്നു. അത് കാരണം ബാക്കിയുള്ളവർ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കണ്ടുകൊണ്ട്, ഈവൻ ദോ നമുക്കറിയാം ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കൂടി കഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ള തോന്നൽ നമുക്ക് പലപ്പോഴും വരാറില്ല. കാരണം ഭൗതിക ലോകം എന്ന് പറയുന്നത് നമുക്ക് സുഖങ്ങൾ, താൽക്കാലികമായിട്ടുള്ള പല സുഖങ്ങൾ കാണുമ്പോൾ അത് തോന്നുന്നു നമ്മൾ ഇത് തന്നെയാണ് ജീവിതം എന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ല നമുക്ക് ദുഃഖങ്ങളെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷെ അതേ സമയത്ത് ബാക്കിയുള്ളവരുടെ ഭഗവാനെ മറന്നുകൊണ്ട് അവർ ജീവിക്കുന്ന ഈ ജീവിതത്തില് അവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പാപങ്ങൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നരകത്തിൽ പോയി ഒരുപാട് ജന്മാന്തരങ്ങളായിട്ട് അവരുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പം ബാക്കി അവരെ എങ്ങനെയെങ്കിലും അവരെ തിരിച്ച് ഭഗവതാമത്തിൽ കൊണ്ടുപോകണമേ എന്ന പ്രാർത്ഥന അദ്ദേഹം സമർപ്പിച്ച അക്ഷരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അത്രയും ഒരു ഉയർന്നൊരു ഭക്തനാണ് അദ്ദേഹം. കാരണം ബാക്കിയുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും അതുപോലെ അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് യാതനകൾ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ അത്ര വലിയൊരു ഭക്തനാണ് ഈ വാസുദേവ ദത്ത് എന്ന് പറഞ്ഞ ഭക്തൻ. അപ്പം അപ്പൊ അതുകൊണ്ട് ഈവൻ നമുക്ക് അറിയാം, ആക്ച്വലി ഇത് കേട്ട ഉടനെ തന്നെ ചൈതന്യ മഹാപ്രഭു അതിനടുത്ത് പറഞ്ഞു. ആക്ച്വലി അതായത് പറയാണ്, ചൈതന്യ മഹാപ്രഭു അത്രയും കാരുണ്യവാനാണ്. ചൈതന്യ മഹാപ്രഭു റിപ്ലൈ ചെയ്യാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അവരെല്ലാരും അവര് മുക്തി നേരെ തിരിച്ച് ഭഗവതാമനിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നീ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് വേണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചൈതന്യപ്രഭുവിന് പറയാണ്, അപ്പൊ ഈ ഒരു ഇത് അവര് ജസ്റ്റ് തിരുനാമങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് തിരിച്ച് ഭഗവതാമത്തോട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയാണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പം ഭഗവാൻ വിചാരിക്കുകയാണെങ്കിൽ തിരിച്ചു പോകാം. പക്ഷെ ജീവാത്മാക്കൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ ജന്മാന്തരങ്ങളായിട്ട് ഇരുന്നുകൊണ്ടിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പല ജന്മങ്ങൾ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ തിരിച്ച് ഭഗവതാമത്തോട്ട് പോകാൻ സാധിക്കും. അപ്പം ഭഗവാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഭഗവാന് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ നിന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല ഭഗവാന്. പക്ഷെ അവര് തന്നെ അത് മനസ്സിലാക്കി പൂർണ്ണമായിട്ടും ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കുമ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് പറയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ചൈതന്യത്തിൽ തന്നെ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു മധ്യലീലയിൽ എന്തോ ആണ് അത് വരുന്നത്. അപ്പൊ അത്രയും ഒരു ഉയർന്നൊരു ഭക്തനാണ് ഈ ഒരു വാസുദേവ ദത്തൻ എന്ന് പറയുന്നത്. അദ്ദേഹം വാസുദേവ ദത്തൻ, മുകുന്ദ ദത്തൻ എന്ന് പറഞ്ഞ രണ്ട് ഭക്തന്മാർ. അവര് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി അവര് അനേകം കീർത്തനങ്ങൾ ആലപിക്കുകയും ഭഗവാന് ഒരുപാട് സന്തോഷം കൊടുക്കുകയും ചെയ്ത രണ്ട് ഭക്തന്മാരാണ്. അവര് ഇതിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു വാസുദേവ ദത്തൻ എന്ന് പറഞ്ഞ അദ്ദേഹം വൃന്ദാവനത്തിൽ മധുവ്രതൻ എന്ന ഗായകനായിരുന്നു. അപ്പം അദ്ദേഹം മുകുന്ദദത്ത് എന്ന് പറയുന്നത് മധുകണ്ഠൻ എന്ന് പറഞ്ഞൊരു ഭക്തനായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ടുപേരും അതേ സേവനമായിരുന്നു. വ്രജലീലയിലും ഈ ഗൗരലീലയിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന് കീർത്തനങ്ങൾ ആലപിച്ച് അവര് സന്തോഷം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത ശ്ലോകം 58. ഭാഗവതാചാര്യ ആര, വിഷ്ണുദാസ് ആചാര്യ, ചക്രപാണി ആചാര്യ ആര, അനന്ത ആചാര്യ. ശബ്ദാർത്ഥം ഭാഗവത ആചാര്യൻ ആര, വിഷ്ണുദാസ ആചാര്യൻ, ചക്രപാണി ആചാര്യൻ, അനന്ത ആചാര്യൻ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ഭാഗവത ആചാര്യൻ, വിഷ്ണുദാസ ആചാര്യൻ, ചക്രപാണി ആചാര്യൻ, അനന്ത ആചാര്യൻ എന്നിവർ അദ്വൈത ആചാര്യന്റെ 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും ശാഖകളായിരുന്നു. ഭാവാർത്ഥം: ഭാഗവതാചാര്യൻ നേരത്തെ അദ്വൈതാചാര്യന്റെ അനുയായി ആയിരുന്നു എന്നും പിന്നീട് ഗദാധര പണ്ഡിതന്റെ അനുയായികൾ ഒപ്പം കണക്കാക്കപ്പെട്ടെന്നും
ശ്രീയുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി തന്റെ അനുഭാഷ്യത്തിൽ വിവരിക്കുന്നു. യദുനന്ദന ദാസൻ രചിച്ച ശാകനിർണയാമൃതം എന്ന ഗ്രന്ഥത്തിന്റെ 6-ാം ശ്ലോകത്തിൽ ഭാഗവതാചാര്യൻ പ്രേമതരംഗിണി എന്നൊരു ഗ്രന്ഥം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഗൗരഗണേശ ദീപികയിൽ 195 പറയുന്ന അനുസരിച്ച് ഭാഗവതാചാര്യൻ മുമ്പ് വൃന്ദാവനത്തിലെ ശ്വേത മഞ്ജരിയായിരുന്നു. വിഷ്ണുദാസ ആചാര്യൻ കേദാരി മഹോത്സവ വേളയിൽ സന്നിഹിതനായിരുന്നു. അദ്ദേഹം അച്യുതാനന്ദനോടൊപ്പമാണ് അവിടെ പോയതെന്ന് ഭക്തി രത്നാകരം 10-ാം തരംഗത്തിൽ പറയുന്നു. അനന്ത ആചാര്യൻ 8 മുഖ്യ ഗോപികമാരിൽ ഒരാളായ സുദേവിയായിരുന്നു. അദ്ദേഹം അദ്വൈത ആചാര്യന്റെ അനുയായി വൃന്ദത്തിൽ ഇരുന്നെങ്കിലും പിന്നീട് ഗദാധര സ്വാമിയുടെ ഒരു മുഖ്യ ഭക്തനായി തീർന്നു. പിന്നെ അടുത്തത് നമുക്ക് 6, 7, 8, 9 ഉള്ള ഈ ശാഖകളായിട്ടുള്ള അതിനെപ്പറ്റി ഭാഗവതാചാര്യനും വിഷ്ണുദാസ ആചാര്യൻ, ചക്രപാണി ആചാര്യൻ, അനന്താചാര്യൻ, അപ്പൊ ഇവരൊക്കെയായിരുന്നു അദ്വൈതാചാര്യന്റെ ശാഖകളായിട്ട്, അടുത്ത ശാഖകളായിട്ട് ഇതിൽ പറയുന്നത്. നോക്കുമ്പോൾ ഈ ഓരോ ആചാര്യന്മാരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാം, ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാന്റെ കൂടെ തന്നെ ഭഗവാന്റെ പാർശ്വതന്മാരായിട്ട് അവര് ഭക്തന്മാർ അവതരിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എങ്ങനെയാണ് കൃഷ്ണലീലയിൽ അവര് പല പല ലീലകളിൽ പങ്കെടുത്തത്, അതുപോലെ തന്നെ ഈ ഒരു ചൈതന്യ ലീലയിലും അവര് പല ആയിട്ടാണ് ഇവിടെ വന്ന് പങ്കെടുക്കുന്നത്. അപ്പൊ അത്രയും ഉന്നത ഭക്തന്മാരായിരുന്നു അവർ വന്ന് ഭക്തി പ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ മൂഡ് എടുത്തുകൊണ്ട് വന്നു, അല്ലെ? നമ്മള് കൃഷ്ണലീലയിലാണെന്നുണ്ടെങ്കിൽ അവർ ഭഗവാന് സന്തോഷം കൊടുത്തത് എങ്ങനെയാണ്? ഭഗവാന് പല പല സേവനങ്ങൾ ചെയ്ത് സന്തോഷം കൊടുക്കുന്ന സമയത്ത്, ചൈതന്യ ലീല നമ്മൾ നോക്കുന്ന സമയത്ത് ഇതേ ഭക്തന്മാര് അവര് പല രീതിയിലും ഭഗവാനെ പറ്റി പ്രചരണം ചെയ്തുകൊണ്ടാണ് അവര് സന്തോഷം കൊടുക്കുന്നത്. അപ്പൊ റിയലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന് യഥാർത്ഥമായിട്ട് നമ്മൾ സന്തോഷം കൊടുക്കാനുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗം ഇപ്പോഴും ആചാര്യന്മാര് പറയുന്നുണ്ട്, അല്ലെ? നമുക്ക് അറിയാം, ചൈതന്യ മഹാപ്രഭു നമ്മൾ പ്ലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാധാകൃഷ്ണന്മാരെ പ്ലീസ് ചെയ്യും നമ്മൾ പറയാറുണ്ട്, അല്ലെ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ആചാര്യന്മാർ പറഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പ്രചരണം ചെയ്യാനുള്ള കാര്യമാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പ്രചരണം ചെയ്യുക, മറ്റൊരു കൃഷ്ണഭക്തിയിലോട്ട് കൊണ്ടുവരിക, അവരെയും നമ്മൾ പ്രചരണം ചെയ്യാൻ അവരെ പ്രചോദനം കൊടുക്കുക ഉള്ള കാര്യമാണ് പറയുന്നത്. കാരണം അതിൽ പറയാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ പ്രചരണത്തിൽ ഏർപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ശരിയായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുയുടെ കാരുണ്യത്തിന് പൂർണ്ണമായിട്ട് നമുക്ക് അതിനെ രുചിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം പ്രചരണം ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈതന്യ മഹാപ്രഭുയുടെ ശരിയായിട്ടുള്ള അനുയായിയായിട്ട് മാറുന്നതും ശരിക്കും ഭഗവാന്റെ കൃപയ്ക്ക് നമുക്ക് പാത്രമാകുന്നത്. കാരണം നമ്മള് ഭഗവത്ഗീത തന്നെ പറയുന്ന പോലെ തന്നെ ഏതൊരു വ്യക്തിയാണ് എന്നെ പറ്റി ഇന്നൊരു വ്യക്തി ബാക്കിയുള്ള വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അദ്ദേഹമാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തരുന്നതും. അതുകൊണ്ട് നമുക്ക് ആവുന്ന രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണുന്ന വ്യക്തികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഡെയിലി നിങ്ങൾ നാമം ജപിക്കൂ, ഭഗവത്ഗീത വായിക്കൂ, ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. സത്സംഗത്തിൽ പങ്കെടുക്കൂ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തത്വങ്ങളും അറിയണം എന്നുള്ള ആവശ്യമില്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു തന്നെ പറഞ്ഞത്, യാരേതേക്കോ താരേക്കോ കൃഷ്ണ ഉപദേശം, അല്ലെ? ആരെ കണ്ടാലും നമ്മൾ കൃഷ്ണന്റെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കും എന്ന് പറയും, അല്ലെ? കൃഷ്ണന്റെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭഗവത്ഗീത വായിക്കാൻ, മനസ്സിലാക്കുക, ഹരേ കൃഷ്ണ അതിനെ ജപിക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ശ്ലോകം 59. നന്ദിനി ആര കാമദേവ ചൈതന്യദാസ ദുർലഭ വിശ്വാസ ആര വനമാലി ദാസ. ശബ്ദാർത്ഥം: നന്ദിനി ആര കാമദേവൻ, ചൈതന്യദാസൻ, ദുർലഭ വിശ്വാസൻ ആര വനമാലിദാസൻ. വിവർത്തനം: നന്ദിനി കാമദേവൻ, ചൈതന്യദാസൻ, ദുർലഭ വിശ്വാസൻ, വനമാലിദാസൻ എന്നിവർ അദ്വൈത ആചാര്യന്റെ 10-ാമത്തെയും 11-ാമത്തെയും 12-ാമത്തെയും 13-ാമത്തെയും 14-ാമത്തെയും ശാഖകളായിരുന്നു. ശ്ലോകം 60. ജഗന്നാഥകര ആര കര ഭവനാഥ ഹൃദയാനന്ദ സേന ആര ദാസബോലനാഥ. ശബ്ദാർത്ഥം: ജഗന്നാഥകരൻ ആര കര ഭവനാഥകരൻ. ഹൃദയാനന്ദ സേനൻ ആര ഭോലനാഥ ദാസൻ. വിവർത്തനം: ജഗന്നാഥകരനും ഭവനാഥകരനും ഹൃദയാനന്ദ സേനനും ഭോലനാഥ ദാസനും അദ്വൈതാചാര്യന്റെ 15-ാമത്തെയും 16-ാമത്തെയും 17-ാമത്തെയും 18-ാമത്തെയും ശാഖകളായിരുന്നു. ശ്ലോകം 61. യാദവദാസ വിജയദാസ ദാസജനാർദ്ദന അനന്തദാസ ആനു പണ്ഡിത ദാസനാരായണ.
ശബ്ദാർത്ഥം യാദവദാസൻ. വിജയദാസൻ. ജനാർദ്ദനദാസൻ. അനന്തദാസൻ. കാനു പണ്ഡിതൻ. നാരായണദാസൻ. വിവർത്തനം: യാദവദാസൻ, വിജയദാസൻ, ജനാർദ്ദനദാസൻ, അനന്തദാസൻ, കാനു പണ്ഡിതൻ, നാരായണൻ എന്നിവർ അദ്വൈത ആചാര്യന്റെ 19-ാമത്തെയും 20-ാമത്തെയും 21-ാമത്തെയും 22-ാമത്തെയും 23-ാമത്തെയും 24-ാമത്തെയും ശാഖകളായിരുന്നു. ശ്ലോകം 62. ശ്രീവത്സ പണ്ഡിത ബ്രഹ്മചാരി ഹരിദാസ പുരുഷോത്തമ ബ്രഹ്മചാരി ഹരകൃഷ്ണദാസ. ശബ്ദാർത്ഥം: ശ്രീവത്സ പണ്ഡിതൻ. ബ്രഹ്മചാരി ഹരിദാസ ബ്രഹ്മചാരി. പുരുഷോത്തമ ബ്രഹ്മചാരി. കൃഷ്ണദാസൻ. വിവർത്തനം: ശ്രീവത്സ പണ്ഡിതൻ, ഹരിദാസ ബ്രഹ്മചാരി, പുരുഷോത്തമ ബ്രഹ്മചാരി, കൃഷ്ണദാസൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 25-ാമത്തെയും 26-ാമത്തെയും 27-ാമത്തെയും 28-ാമത്തെയും ശാഖകളായിരുന്നു. ശ്ലോകം 63. പുരുഷോത്തമ പണ്ഡിത രഘുനാഥ വനമാലി കവിചന്ദ്ര വൈദ്യനാഥ. ശബ്ദാർത്ഥം: പുരുഷോത്തമ പണ്ഡിതൻ രഘുനാഥനും. വനമാലി കവിചന്ദ്രൻ വൈദ്യനാഥൻ. വിവർത്തനം: പുരുഷോത്തമ പണ്ഡിതൻ, രഘുനാഥൻ, വനമാലി കവിചന്ദ്രൻ, വൈദ്യനാഥൻ എന്നിവർ അദ്വൈത ആചാര്യന്റെ 29-ാമത്തെയും 30-ാമത്തെയും 31-ാമത്തെയും 32-ാമത്തെയും ശാഖകളായിരുന്നു. ശ്ലോകം 64. ലോകനാഥ പണ്ഡിത മുരാരി പണ്ഡിത ശ്രീഹരി ചരണ മാധവ പണ്ഡിത. ശബ്ദാർത്ഥം: ലോകനാഥ പണ്ഡിതൻ മുരാരി പണ്ഡിതൻ ശ്രീഹരിചരണൻ മാധവ പണ്ഡിതൻ. വിവർത്തനം: ലോകനാഥ പണ്ഡിതൻ, മുരാരി പണ്ഡിതൻ, ശ്രീഹരിചരണൻ, മാധവ പണ്ഡിതൻ എന്നിവർ അദ്വൈത ആചാര്യന്റെ 33-ാമത്തെയും 34-ാമത്തെയും 35-ാമത്തെയും 36-ാമത്തെയും ശാഖകളായിരുന്നു. ശ്ലോകം 65. വിജയ പണ്ഡിത പണ്ഡിത ശ്രീരാമ അസംഖ്യ അദ്വൈത ശാഖ കഥ ലൈവ നാമ. ശബ്ദാർത്ഥം: വിജയ പണ്ഡിതൻ പണ്ഡിത ശ്രീരാമ പണ്ഡിതൻ. അസംഖ്യം എണ്ണമറ്റ അദ്വൈത ആചാര്യന്റെ ശാഖകൾ. കഥ എത്രയധികം. ലൈവ ഞാൻ എണ്ണും. നാമ അവയുടെ നാമങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദശീല പ്രഭുപാദിക്ക്. വിവർത്തനം: വിജയ പണ്ഡിതൻ, ശ്രീരാമ പണ്ഡിതൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 2 പ്രധാന ശാഖകളായിരുന്നു. അസംഖ്യം ശാഖകളുണ്ട്, പക്ഷെ അവയെ എല്ലാം പ്രതിപാദിക്കാൻ എനിക്കാവില്ല. ഭാവാർത്ഥം: ശ്രീവാസ പണ്ഡിതൻ നാരദമുനിയുടെ ഒരു അവതാരമായിരുന്നു. അപ്രകാരം ശ്രീവാസന്റെ ഇളയ സഹോദരനായ ശ്രീരാമ പണ്ഡിതൻ നാരദമുനിയുടെ ഉറ്റമിത്രവുമായിരുന്ന പർവ്വതമുനിയുടെ ഒരു അവതാരമായി സ്വീകരിക്കപ്പെടുന്നു. ഇവിടെ നമുക്കറിയാം, ഇപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ശാഖകളെ പറ്റി ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് അല്ലെ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മളിപ്പോ 36 ശാഖകളോളം നമ്മൾ ചർച്ച ചെയ്ത് വന്നല്ലേ. അപ്പൊ അങ്ങനെ അനേകം ശാഖകൾ, അത്രയും അദ്വൈത ആചാര്യന്റെ വിസ്തരങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ശാഖകളോളം, അത്രയും ഭക്തന്മാരാണ് അദ്വൈതാചാര്യ അനുയായികളായിട്ട് ചൈതന്യ മഹാപ്രഭുവിന് സേവനം ചെയ്യാൻ വേണ്ടി വന്ന പല പല ശാഖകളായിട്ട് ഇതിൽ പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ അതിൽ മുഖ്യമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇതിൽ പറയുന്നത് വിജയ പണ്ഡിതൻ, ശ്രീരാമ പണ്ഡിതൻ. അപ്പൊ അങ്ങനെ 2 പ്രധാനപ്പെട്ട 2 ശാഖകളെ പറ്റി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ അറിയാം. അപ്പം നമുക്ക് ശ്രീവാസ് ഠാക്കൂറിനെ പറ്റി എല്ലാവർക്കും അറിയാം അല്ലെ. നാരദമുനി തന്നെയാണല്ലേ അവതാരമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ ശ്രീവാസ് പണ്ഡിതന്റെ സഹോദരനായിരുന്നു ശ്രീരാമ പണ്ഡിതൻ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ ശ്രീരാമ പണ്ഡിതൻ എന്ന് പറയുന്നത് നാരദമുനിയുടെ ഉറ്റ മിത്രമായിരുന്ന പർവ്വതമുനി. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പർവ്വതമുനി തന്നെയായിരുന്നു ശ്രീരാം പണ്ഡിതനായിട്ട് ഈ ചൈതന്യലീല അവതരിച്ചത്. ശ്രീവാസ് ഠാക്കൂറിന് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 സഹോദരന്മാരുണ്ടായിരുന്നു. അതിലാണ് ശ്രീരാം പണ്ഡിതൻ, ശ്രീപതി പണ്ഡിതൻ, പിന്നെ ശ്രീകണ്ഠ അല്ലെങ്കിൽ ശ്രീനിധി പണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് 3 പേരുണ്ടായിരുന്നു.
അടുത്ത ശ്ലോകം 66. മാലിത തജല അദ്വൈത സ്കന്ധ യോഗായ സൈജലെ ജിയോ ശാഖ കുലഫലപായ. ശബ്ദാർത്ഥം മാലിദത്ത ഉദ്യാനപാലകനാൽ നൽകപ്പെട്ട ജലം അദ്വൈത സ്കന്ധ അദ്വൈതാചാര്യന്റെ ശാഖ എന്ന് അറിയപ്പെട്ടു. യോഗായ നൽകുക, സൈ അതിനാൽ, ജലം ജിയെ ജീവിക്കുന്നു, ശാഖകൾ, കുലഫല പുഷ്പങ്ങളും ഫലങ്ങളും ആയ വളർന്നു. വിവർത്തന ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശിവശരണ അരവിന്ദ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദയ്ക്ക് ജയ്. വിവർത്തനം: യഥാർത്ഥ ഉദ്യാനപാലകനായ ശ്രീചൈതന്യ മഹാപ്രഭു വിതരണം ചെയ്ത ജലം അദ്വൈത സ്കന്ധം സ്വീകരിച്ചു. ഈ വിധത്തിൽ ഉപശാഖകൾ പോഷിക്ക പോഷിപ്പിക്കപ്പെടുകയും അവയിൽ പുഷ്പങ്ങളും ഫലങ്ങളും സമൃദ്ധമായി വളരുകയും ചെയ്തു. ഭാവാർത്ഥം: ശ്രീചൈതന്യ മഹാപ്രഭു വിതരണം ചെയ്ത ജലത്താൽ പുഷ്ടി പ്രാപിച്ച അദ്വൈതാചാര്യ ശാഖകൾ യഥാർത്ഥ ആചാര്യന്മാരെ പരിഗണിക്കപ്പെടേണ്ടതാണ്. നാം ഇതിനു മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതുപോലെ അദ്വൈതാചാര്യന്റെ പ്രതിനിധികൾ പിന്നീട് രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ആചാര്യന്റെ ശിഷ്യ പരമ്പരയുള്ള യഥാർത്ഥ ശാഖകളും അദ്വൈതാചാര്യന്റെ കപട ശാഖകളും. ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വങ്ങൾ പിന്തുടർന്നവർ തഴച്ചു വളർന്നു. അതേസമയം താഴെ 67-ാം ശ്ലോകത്തിൽ വിവരിക്കപ്പെടുന്ന മറ്റുള്ള ശാഖകൾ വരണ്ടുണങ്ങി. അപ്പം ഇതിൽ പറയുന്നു, നമുക്ക് ചൈതന്യ മഹാപ്രഭു വിതരണം ചെയ്ത ഈ കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് ആക്ച്വലി അദ്വൈതാചാര്യനിലൂടെ അത് രണ്ട് ശാഖകളായിട്ട്, മെയിനായിട്ട് രണ്ട് ശാഖകളായിട്ടാണ് അത് അദ്വൈതാചാര്യൻ എന്ന ശാഖ എന്നത് രണ്ട് ഉപശാഖകളായിട്ട് അത് മാറുകയാണ് ചെയ്തത്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഒരുപാട് ശാഖകൾ ഉണ്ടെങ്കിലും അതിന് മെയിനായിട്ട് രണ്ട് ശാഖകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി അപ്പൊ എങ്ങനെയാണോ ഒരു ഉദ്യാനപാലകനായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു, അപ്പം ഈ ഒരു ജലം എന്ന് പറയുന്നത് അല്ലെ, നമ്മള് കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞ ആ ജലം, അത് എന്ത് ചെയ്തു അദ്ദേഹം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്വൈതാചാര്യന്റെ ആ ഒരു നമ്മൾ അദ്വൈത സ്കന്ധം എന്ന് പറയുന്ന അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്ന് പിന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, അപ്പൊ നമുക്ക് ജലം കിട്ടുമ്പോൾ വൃക്ഷത്തിൽ നിന്ന് പിന്നെ ഉപശാഖകൾ പോഷിക്കപ്പെടുകയും പിന്നെ അതിൽ നിന്ന് പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ വളരുകയും ചെയ്യും. അപ്പൊ ഇതില് ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ജലത്താൽ ആക്ച്വലി അദ്വൈതാചാര്യ ശാഖകൾ നല്ല രീതിയിൽ വളർന്നു വന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പിന്നെ രണ്ട് ഉപശാഖകളായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്വൈത ആചാര്യനെ റിയലായിട്ട് ശരിയായിട്ട് ഫോളോ ചെയ്ത ആൾക്കാർ അവിടെ ശാഖകൾ നല്ല രീതിയിൽ പുഷ്ടി വളർന്ന് ആ ശാഖകൾ പടർന്ന് പന്തലിച്ചു. പക്ഷെ അതേ സമയത്ത് കപടശാഖകൾ, അത് നമുക്കറിയാം, പലപ്പോഴും ആചാര്യന്മാർ പോയ ശേഷം പല ആൾക്കാരും അവരുടെ ഇൻസ്ട്രക്ഷൻസിനെ പ്യൂറായിട്ട് ഫോളോ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ, അല്ലെ, യഥാർത്ഥമായിട്ട് ഫോളോ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ ആ ഒരു അവരെ ഫോളോ ചെയ്യുന്ന ആ ഒരു പരമ്പര പിന്നെ അത് അധികാലം നിലനിൽക്കില്ല. നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും പല പരമ്പരകളും നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതില് അദ്വൈതാചാര്യന് കപടമായിട്ടുള്ള ശാഖകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ശാഖകള് എന്ത് സംഭവിച്ചു? അപ്പൊ അത് വരണ്ടുണങ്ങി എന്നാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പൊ ഇതില് ശ്രീലപ്രഭുപാദ് പറയുന്നു, അപ്പൊ ആ ഒരു ശാഖകൾ വരണ്ടുണങ്ങിപ്പോയി. പക്ഷെ മറ്റേ ഇത് നല്ല രീതിയിൽ തഴച്ചു വളർന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഈ അടുത്ത ശ്ലോകത്തിൽ അതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. 67-ാമത്തെ ഇതിനെ പറ്റി, മറ്റു ശാഖകളെ പറ്റിയിട്ട്, വരണ്ടുണങ്ങിയ ശാഖകളെ പറ്റി. 67. ഇഹാര മധ്യമാലി പാച്ചേ കോന ശാഖഗണ നാമാന്യ ചൈതന്യമാലി ദുർദൈവ കാരണ. ശബ്ദാർത്ഥം: ഇഹാര അവരുടെ, മധ്യം ഉള്ളിൽ, മാലി ഉദ്യാനപാലകൻ, പാച്ചേ പിന്നീട്, കോന ചില, ശാഖഗണ ശാഖകൾ, ഇല്ല, മാനെ സ്വീകരിക്കുക, ചൈതന്യമാലി ഉദ്യാനപാലകനായ ചൈതന്യ ഭഗവാൻ, ദുർദൈവ നിർഭാഗ്യകരം, കാരണം. വിവർത്തനം: ചൈതന്യ മഹാപ്രഭുവിന്റെ അന്തർധാനത്തിന് ശേഷം ചില ശാഖകൾ നിർഭാഗ്യവശാൽ അവിടുത്തെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു. ശ്ലോകം 68. സൃജായില ജിയായില താൻഡ്രന മാനില കൃതജ്ഞ കൈയില്ല താൻ്റെ സ്കന്ധകൃതയില്ല. ശബ്ദാർത്ഥം: സൃജായില കാഴ്ചു, ജിയായില സംരക്ഷിച്ചു, താൻറെ അദ്ദേഹത്തെ, ഇല്ല, മാനില സ്വീകരിച്ചു, കൃതജ്ഞത, കൈയില അപ്രകാരം ആയിത്തീർന്നു, താൻറെ അവർക്ക്, സ്കന്ധ തായ്തടി, കൃത കോപിക്കുക, കൈയില ആയിത്തീർന്നു. വിവർത്തനം: വൃക്ഷത്തിന് മുഴുവൻ പോഷണവും സംരക്ഷണവും നൽകിയ യഥാർത്ഥ സ്കന്ധത്തെ ചില ശാഖകൾ അംഗീകരിച്ചില്ല. അവർ അവിധത്തിൽ കൃതജ്ഞരായപ്പോൾ
ആദിസ്കന്ധം അവരോട് കുപിതനായി. ശ്ലോകം 69. ക്രുദ്ധഹൈ അസ്കന്ധധാരേ ജലന സഞ്ചാരേ ജലാഭാവേ കൃശശാഖ ശുഖായിയ മരേ. ശബ്ദാർത്ഥം ക്രുദ്ധഹയ കുപിതനായി, സ്കന്ധ തായ്തടി, താരേ അവരോട്, ജലം ന ഇല്ല, സഞ്ചാരേ ഒഴിക്കുക, ജല അഭാവേ ജലത്തിന്റെ അഭാവത്താൽ, കൃഷ ശോഷിക്കുക, ശാഖ ശുകായിയ ഉണങ്ങിപ്പോയി പോവുക, മരിച്ചു. വിവർത്തനം. അപ്രകാരം ചൈതന്യ ഭഗവാൻ തന്റെ കാരുണ്യജലം അവർക്ക് പകർന്നു നൽകിയില്ല. ക്രമേണ അവർ ശുഷ്കിച്ചുണങ്ങുകയും ജീവൻ വെടിയുകയും ചെയ്തു. ശ്ലോകം 70. ചൈതന്യരഹിതദേഹ ശുഷ്ക കാഷ്ടസമ ജീവിതേ മൃതസേ മൈലേ ദണ്ഡയമ. ശബ്ദാർത്ഥം ചൈതന്യരഹിത അവബോധം ഇല്ലാത്ത ദേഹ ശരീരം, ശുഷ്ക കാഷ്ട സമ ഉണങ്ങിയ മരം പോലെ, ജീവിതേ ജീവിക്കുമ്പോൾ, മൃത മരിച്ച്, സേ അത്, മൈലേ മരണത്തിന് ശേഷം, ദണ്ഡേ ശിക്ഷിക്കുന്നു, യമരാജൻ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് ചരണാരവിന്ദ ഭക്തി ശീല പ്രഭുപാദി ജയ്. വിവർത്തനം. കൃഷ്ണാവബോധമില്ലാത്ത ഒരുവൻ ഉണങ്ങിയ മരത്തെക്കാളോ മൃതദേഹത്തെക്കാളോ ഒട്ടും ശ്രേഷ്ഠമല്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതായി കരുതപ്പെടണം. മരണാനന്തരം അവൻ യമരാജനാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകത്തിൽ ഏതു തരത്തിലുള്ള മനുഷ്യരെയാണ് തന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതെന്ന് യമരാജൻ തന്റെ കിങ്കരന്മാരോട് പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം പ്രസ്താവിക്കുന്നു, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ദിവ്യ ഗുണങ്ങൾ ഏതൊരുവന്റെ നാവാണോ വർണ്ണിക്കാത്തത്, കൃഷ്ണനെയും അവിടുത്തെ പാതാരവിന്ദങ്ങളെയും സ്മരിക്കുമ്പോൾ ആരുടെ ഹൃദയമാണോ സ്പന്ദിക്കാത്തത്, പരമോന്നതനായ ഭഗവാന് നമസ്കാരങ്ങൾ അർപ്പിക്കാൻ ആരുടെ ശിരസ്സാണോ താഴാത്തത്, ആ വ്യക്തിയെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. മറ്റു വാക്കുകൾ, അഭക്തർ യമരാജന്റെ മുന്നിലേക്ക് ശിക്ഷിക്കപ്പെടുന്നതിനായി കൊണ്ടുവരപ്പെടുന്നു. അപ്രകാരം ഭൗതിക പ്രകൃതി അവർക്ക് നാനാവിധത്തിലുള്ള ശരീരങ്ങൾ നൽകുന്നു. മരണശേഷം നീതിക്കായി അഭക്തന്മാർ യമരാജന്റെ മുന്നിൽ എത്തിക്കപ്പെടുന്നു. യമരാജന്റെ വിധിപ്രകാരം ഭൗതിക പ്രകൃതി അവർക്ക് കർമ്മഫലങ്ങൾ അനുസരിച്ച് അനുയോജ്യമായ ശരീരങ്ങൾ നൽകുന്നു. ഇതാണ് ദേഹാന്തര പ്രാപ്തി അഥവാ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്കുള്ള ആത്മാവിന്റെ പ്രയാണം. എന്നാൽ കൃഷ്ണഭക്തന്മാർ യമരാജന്റെ വിധിക്ക് വിഷയീഭവിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് അനുസരിച്ച് ഭക്തന്മാർക്ക് ഒരു തുറന്ന പാതയുണ്ട്. ഒരു ഭക്തന് ശരീരം ത്യജിച്ചതിനു ശേഷം തെക്വാദേഹം വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടതായി വരുന്നില്ല. എന്തെന്നാൽ അവൻ ഒരു ആധ്യാത്മിക ശരീരത്തിൽ ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു. യമരാജന്റെ ശിക്ഷകൾ കൃഷ്ണാബോധം ഇല്ലാത്തവർക്കായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ചർച്ച ചെയ്ത് വന്നില്ല. അപ്പൊ നമ്മൾ ഇത്രയും ശ്ലോകത്തിനിടയ്ക്ക് ഇപ്പം ഇതിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇപ്പം എപ്പോഴാണ് ഒരു വ്യക്തി കൃതജ്ഞത പ്രകടിപ്പിക്കാതെ, അപ്പോഴാണ് ആക്ച്വലി അവർക്ക് എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് താഴോട്ട് പോകുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. നമ്മൾ ഈ വൃക്ഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരെ ആക്ച്വലി എന്ത് സംഭവിച്ചു, ഇപ്പം ചൈതന്യ മഹാപ്രഭുവിന്റെ അന്തർധാനത്തിന് ശേഷം ഇപ്പൊ ചില ശാഖകൾ എന്ത് സംഭവിച്ചു, അവര് പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയി അല്ലെ. എന്താണോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് വ്യതിചലിച്ച് പോയ സമയത്ത് അവർക്ക് എന്താ വ്യതിചലിക്കുക പറഞ്ഞാൽ എന്താണ്, നമ്മള് മുൻപുള്ള ആ ഒരു പരമ്പരയോട് അല്ലെങ്കിൽ നമുക്ക് തന്ന ഒരു കാര്യം തരുന്ന വ്യക്തിയോട് നമ്മൾ കൃതജ്ഞത കാണിക്കാത്തതാണ് ശരിക്കും വ്യതിചലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ അങ്ങനെ ചെയ്ത സമയത്ത് അവർക്ക് എന്ത് സംഭവിച്ചു, അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ അവർ സൃഷ്ടിച്ചുണങ്ങുകയും ചെയ്തു. അതായത് അവരുടെ പരമ്പര നശിച്ചു പോയി എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം അവർക്ക് അങ്ങനത്തെ വ്യക്തികൾക്ക് ചൈതന്യമാർഗം കാരുണ്യം കൊടുക്കില്ല. കാരണം എന്താണ്, അവര് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെന്ത് സംഭവിച്ചു, ഈ പരമ്പരയെ വളച്ചൊടുക്കുകയും അവരുടേതായിട്ടുള്ള ഇന്ദ്രതൃപ്തിക്ക് അനുസരിച്ച് അതിനെ മാറ്റി എടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ചൈതന്യമാർഗത്തിന്റെ കാരുണ്യം കിട്ടില്ല. അതുകൊണ്ടാണ് ശീല പ്രഭുപാദ് പലപ്പോഴും പറയാറുണ്ട്, പ്രഭുപാദ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മള് ഈ ഒരു അന്താരാഷ്ട്ര കൃഷ്ണാവതാര സമിതിയിൽ വന്ന ഭക്തന്മാർക്ക് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും പ്രഭുപാദ് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞത് അത് അതേപടി നിങ്ങൾ ബാക്കി കൊടുക്കുന്ന മാത്രം നിങ്ങൾ ചെയ്യുക ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലെ. നമുക്കിപ്പോ വലിയ ഭക്തന്മാരൊന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്ത് പ്രഭുപാദ് നമുക്ക് തന്നോ അതിന് നമുക്ക് അതേപടി യഥാരൂപത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ കൂടി അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു
പ്രഭാതത്തിൽ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കടമ. കാരണം നമുക്ക് എന്ത് പ്രഭുപാദ് തന്നിരിക്കുന്നു അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലേ. കാരണം പ്രഭുപാദ് പറയുന്നത്, പ്രഭുപാദിന്റെ ഈ ഗ്രന്ഥങ്ങളാണ് ഇനി 10,000 വർഷങ്ങൾക്കുള്ള അടുത്ത ലോ ബുക്സ് ആയിട്ടാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണോ പ്രഭുപാദ് പറഞ്ഞു തന്നത് അതിനെ വ്യതിചലനം കൂടാതെ നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുകയും ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് പ്രഭുപാദിന്റെ അടുത്ത് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കൃതജ്ഞത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ശ്ലോകത്തിലെ 7ാമത്തെ ശ്ലോകം വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. അപ്പൊ അതിൽ പറയുന്നു അല്ലെ, അപ്പം കൃഷ്ണാബോധം ഇല്ലാത്ത ഒരുവൻ ഉണങ്ങിയ മരത്തെക്കാളോ ഹൃദയത്തെക്കാളോ ഒട്ടും ശ്രേഷ്ഠമല്ല അല്ലെ. അപ്പൊ കൃഷ്ണാബോധം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന ആണെങ്കിൽ കൂടി അതേ മരിച്ചതിന് തുല്യമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ കൃഷ്ണാബോധം ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ഞാൻ എന്തിനു ജീവിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ദുഃഖങ്ങൾ വരുന്നു. അപ്പം ഇത്രയും നമുക്കൊരു മനുഷ്യ ശരീരം കിട്ടിയിട്ട് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ കൊണ്ടൊരു അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരുന്നാലും മരിച്ചതിന് തുല്യമായിട്ടാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പ്രഭുപാദിന്റെ ഒരു ലെക്ചറിൽ കേട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം പ്രഭുപാദ് പറയുന്നു, അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു നല്ലൊരു കാർ എടുക്കുകയാണ് അല്ലെ, ഒരു മെർസിഡീസ് ബെൻസോ അല്ലെങ്കിൽ കാഡിലാക്കോ അങ്ങനത്തെ വലിയൊരു കാർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ കാറ് അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള കോടികൾ വിലമതിക്കുന്ന ഒരു കാർ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കാർ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ മൊത്തം നഗരത്തിൽ കറങ്ങി കറങ്ങി നഗരത്തിലുള്ള എല്ലാ ചപ്പുചവറുകളും കളക്ട് ചെയ്ത് ആ കാറിൽ ഇട്ടുകൊണ്ട് ആ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മൾ എന്ത് വിളിക്കും അല്ലെ, നമ്മളൊരു മണ്ടൻ തന്നെ വിളിക്കണം അല്ലെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് മനുഷ്യശരീരം കിട്ടിയിട്ട് നമ്മൾ അതിനെ ആ, ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ആത്മതത്വം അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം, ആത്മസാക്ഷാത്കാരം ഉപയോഗിക്കാതെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും ആഹാരം, നിദ്ര, ഭയം, വൈദ്യനം ചെയ്യാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താണ്, അപ്പൊ നമ്മൾ മനുഷ്യശരീരം കിട്ടിയിട്ട് നമ്മൾ ആ, ഒരു ഒരു പശുവിനെ പോലെ, അല്ലെങ്കിൽ എന്താണ് പറയുക, പശു എന്ന് പറഞ്ഞാൽ ആക്ച്വലി സംസ്കൃതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൃഗത്തിനെ പോലെ നമ്മൾ ജീവിക്കുന്നു എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ ശാസ്ത്രങ്ങൾ നമുക്ക് ഒരു ശ്ലോകത്തിൽ പറയുന്നു, ആഹാര, നിദ്ര, ഭയമൈഥുനം സാമാന്യമേതത് പശുഭിർ നരാണം ധർമ്മോഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭിർ സമാനം. അതിൽ പറയുന്നു, ആഹാര, നിദ്ര, ഭയമൈഥുനം സാമാന്യമേതത് പശുഭിർ നരാണം. അപ്പൊ 4 കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ, ആഹാരം, നിദ്ര, ഭയം, മൈഥുനം അല്ലെ. 4 കാര്യങ്ങളാണ് എല്ലാം ചെയ്യുന്നില്ല, ഒരു മൃഗവും ചെയ്യുന്നത് മനുഷ്യനും ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് അല്ലെ. അപ്പൊ നമ്മൾ ആഹാരം കഴിക്കുന്നു, അവരും ആഹാരം കഴിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യൻ ചിലപ്പോൾ ആഹാരം കഴിക്കുന്നത് ഒരു 5 സ്റ്റാർ റെസ്റ്റോറന്റിലായിരിക്കും, പക്ഷെ മൃഗത്തിനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പുറത്ത് എന്ത് കിട്ടുന്നു അത് കഴിക്കുന്നു. നിദ്ര, നമ്മളിപ്പോ AC കിടന്നുറങ്ങുമ്പോൾ ഒരു മൃഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടത്തിണ്ടയിലും വീടിന് തിണ്ണയിലും അങ്ങനെ കിടന്നുറങ്ങും. നിദ്ര, ഭയം, മൈഥുനം അല്ലെ. അപ്പൊ നമ്മളും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ മിസൈലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളിപ്പോ രാജ്യങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അവരും അവരുടെ കൈകളിൽ ഭഗവാൻ തന്നെ കൊടുത്ത് അവർക്കുള്ള നാച്ചുറൽ ആയിട്ടുള്ള നഖങ്ങൾ ഇതൊക്കെ വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. അവരും മൈഥുനം ചെയ്യുന്നു, മൃഗങ്ങളും മൈഥുനം ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ സാമാന്യം ഇത് പശുപേർ നരാണ്. അപ്പൊ പശുക്കൾ, അതായത് മൃഗങ്ങളിലും മനുഷ്യന്മാരിലും രണ്ടും ഒന്നാണ്. അപ്പൊ രണ്ടുപേർ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാണ്. പിന്നെ എന്താണ് വ്യത്യാസം വരുത്തുന്നത്, ഒരു മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസം എന്താണ് വരുത്തുന്നത്? അപ്പം അതിന്റെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ധർമ്മോഹി തേഷാം അധികോ വിശേഷോ. ധർമ്മോഹി തേഷാം അധികോ വിശേഷം. ധർമ്മം എന്ന കാര്യമാണ് ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അപ്പം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മത്വ സാക്ഷാത് ഭഗവത് പ്രണീതം. അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത് അതിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം അനുവർത്തിക്കുകയും ചെയ്യുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ധർമ്മോഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭിർ സമാനം. അപ്പൊ ധർമ്മേന ഹീനം പശുഭിർ സമാനം. അപ്പൊ ധർമ്മം ഇല്ലാന്നുണ്ടെങ്കിൽ, അപ്പം ആ ധർമ്മം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ മൃഗങ്ങളും മനുഷ്യന്മാരും ഒന്നാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യ ജീവിതം കിട്ടിയിട്ട് നമ്മൾ ധർമ്മത്തിലല്ല ജീവിതം ജീവിക്കുന്നത്, നമ്മൾ ആനിമൽസിന്റെ തുല്യമാണ് അല്ലെ. നമ്മൾ ഒരു ഫോർമുലയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ലൈഫ് മൈനസ് ധർമ്മ ഈസ് ഈക്വൽ ടു ആനിമൽ അല്ലെ. അപ്പൊ നമ്മൾ നോക്കണം ആനിമൽ ലൈഫ് നമുക്ക് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ആനിമൽ ലൈഫിന്റെ കൂടെ ധർമ്മം കൂടുമ്പോഴാണ് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഹ്യൂമൻ ലൈഫായിട്ട് മാറുന്നത്. അപ്പൊ ആ ധർമ്മം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതായി കരുതപ്പെടണം, മരണാനന്തരം അവൻ യമരാജന് ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനത്തെ വ്യക്തികൾ മരണത്തിന് ശേഷം അവരെവിടെ പോകേണ്ടി വരും? യമരാജന്റെ അടുത്ത് പോകേണ്ടി വരും എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം കൃഷ്ണബോധം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഏതൊരു വ്യക്തിയാണോ കൃഷ്ണന്റെ തിരുനാമങ്ങൾ ജപിക്കുകയും ഭഗവാനെ പറ്റി നാമം കേൾക്കുകയും ഭഗവാന്റെ പ്രകീർത്തിക്കുകയും അല്ലെ ഭഗവാൻ നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് യമരാജനടുത്ത് പോകേണ്ടി വരില്ല എന്ന് വളരെ വ്യക്തമായിട്ടും ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ കാരണം ആരാണോ അങ്ങനെ ചെയ്യാത്തത് ആ വ്യക്തികൾക്കാണ് യമരാജന്റെ അടുത്ത് അവർ പോകേണ്ടി വരും എന്നതിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അപ്പം അതും ശ്രീമദ് ഭാഗവത്തിലെ 6-ാം സ്കന്ധത്തിൽ ഇതിൽ പറയുന്ന പോലെ തന്നെ 3-ാം അധ്യായത്തിലെ
29ാമത്തെ ശ്ലോകത്തിൽ അതിൽ വളരെ വ്യക്തമായിട്ടും അതിൽ പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 6ാം സ്കന്ധത്തിൽ നമുക്ക് അജാമിന മോക്ഷത്തിന്റെ കാര്യത്തിലാണ് ഇത് വരുന്നത് അല്ലെ. അതിൽ വളരെ വ്യക്തമായിട്ടും യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിലുള്ള ചർച്ചകളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം അതിൽ വളരെ വ്യക്തമായിട്ടും അപ്പൊ യമരാജാവ് പറയുന്ന കാര്യമാണ് ആക്ച്വലി അവരത് അല്ലെ. അതിൽ പറഞ്ഞു ജിഗ്വാന ഭക്തി ഭഗവത് ഗുണ നാമധേയം ചേതശ്ചന സ്മരതി തത് ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിര ഏകദാപി താൻ ആനയാ ത്വം അസതോ കൃത വിഷ്ണു കൃത്യാൻ. അതിൽ പറയുന്നു, അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ പറയുന്നു യമരാജൻ അവര് കിങ്കമാരോട് പറയുന്നുണ്ടല്ലേ. എന്താണ് പറയുന്നത്? പരമദീപത്വ പുരുഷനായ ഭഗവാന്റെ ദിവ്യ ഗുണ നാമങ്ങൾ ഏതൊരുവന്റെ നാവാണോ വർണ്ണിക്കാത്തത്, കൃഷ്ണനെയും അവിടുത്തെ പാതാരവിന്ദങ്ങളെയും സ്മരിക്കുമ്പോൾ ആരുടെ ഹൃദയമാണ് സ്പന്ദിക്കാത്തത്, പരമോന്നതനായ ഭഗവാൻ നമസ്കാരങ്ങൾ അർപ്പിക്കാൻ ആരുടെ ശിരസ്സാണോ താഴാത്തത്, ആ വ്യക്തിയെ എന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഇതിൽ പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ പറയുന്നു, അപ്പൊ അതിൽ പറഞ്ഞ വിഷ്ണു കൃത്യാൻ എന്ന് പറയുന്നത് അപ്പൊ ഏതൊരു അപ്പൊ ആക്ച്വലി നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണനെ നമ്മൾ പ്രീതിപ്പെടുത്താനുള്ള കാര്യമാണ്. അതാണ് അതിന്റെ ഏറ്റവും എന്താ പറയാ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് മറന്നുകൊണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനെ കൊണ്ട് ഒരു നമുക്കൊരു നേട്ടം നേടാൻ സാധിക്കും. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വർണ്ണാശ്രമ ധർമ്മമൊക്കെ നമുക്ക് വൈദിക സംസ്കാരത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിലും പറയുന്നത് വർണ്ണാശ്രമാചരവത പുരുഷേന പരപ്പുവാൻ വിഷ്ണു ആരാധനയെ പന്ത നാന്യ തത്വോഷ കാരണം അല്ലെ. അപ്പോ നമ്മൾ മനുഷ്യ ജീവിതത്തിലെ ഉദ്ദേശം എന്താണ്? ഈ വർണ്ണാശ്രമ ധർമ്മം അല്ലെ. നമുക്ക് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ അല്ലെങ്കിൽ ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസി, ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഉദ്ദേശം തന്നെ എന്താണ്? അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ എന്താണ് നമുക്ക് ഈ ഒരു ഹ്യൂമൻ ലൈഫ് കിട്ടിയിട്ട് നമ്മൾ പലപ്പോഴും അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഇത് അല്ലെ. അപ്പൊ എന്താണ് നതേ വിധു സ്വാർത്ഥ ഗതിം വിഷ്ണു ദുരാശയ ബഹിരർത്ഥമായിരുന്നു അല്ലെ. അപ്പം അപ്പൊ ഒരിക്കലും അവർക്ക് അവരുടെ താല്പര്യം എന്താണ്? നതേ വിധു സ്വാർത്ഥ ഗതിം വിഷ്ണു അല്ലെ. ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകണമെന്ന് അവർക്ക് ആഗ്രഹമില്ല, ആർക്കും താല്പര്യമില്ല. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ എന്താണ് ബഹിരർത്ഥ മാനിന് അവര് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതിന് പിന്നാലെ പോവാതെ തെറ്റായ കാര്യങ്ങൾക്ക് പിന്നാലെയാണ് ആൾക്കാർ പോകാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാത്തതും അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുന്നിൽ നമസ്കരിക്കാത്തതും അല്ലെങ്കിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പറ്റി ഓർക്കാത്തതും ഒക്കെ അങ്ങനത്തെ വ്യക്തികളെയാണ് ആക്ച്വലി യമരാജൻ യമദൂതന്മാരത്ത് കൊണ്ടുവരാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം നമ്മള് എങ്ങനെയോ നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെയും ശീലപ്രഭുവിന്റെ ഭക്തന്മാരുടെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചു. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും അല്ലെ. നമുക്ക് എന്താണ് നമുക്ക് നാമം ജപിക്കാൻ പറ്റുന്നുണ്ട്, ഭഗവാനെ പറ്റി കേൾക്കാനും വായിക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതൊക്കെ നമുക്ക് പ്രഭുപാദിന്റെ അഹേതുക കൃപയും കൊണ്ടാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു കാര്യത്തിന് നമ്മൾ എത്രത്തോളം അതിന് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് ഭഗവാന്റെ കൂടുതൽ കാരുണ്യം നമുക്ക് കിട്ടും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കാരുണ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ കാരുണ്യത്തിനെ കൂട്ടാനുള്ള വഴി എന്താണ്? അപ്പൊ നമ്മൾ ഈ കിട്ടിയ കാരുണ്യത്തിന് നമ്മൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ കൂടി ഇപ്പൊ നമുക്ക് ചിലപ്പോൾ അവർക്ക് ഭക്തിയെപ്പറ്റി അറിയാത്ത വ്യക്തികളുടെ അടുത്ത് കൂടി നമ്മൾ ആവുന്ന രീതിയിൽ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിലൂടെ അവർക്കും കൃഷ്ണഭക്തിയിലോട്ട് വരാൻ സാധിക്കുകയും അവർക്കും ഈ യമരാജന്റെ ഈ ഒരു സാന്നിധ്യത്തിൽ നിന്ന് അവർക്ക് പോകാനും മാറാനും സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ ശീല പ്രഭുപാദും പറയുന്നുണ്ട്, ഒരു ലെക്ചറിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് ഫ്രണ്ടിൽ പോയി നമസ്കരിക്കാനൊന്നും അവരുടെ തല കുനിയാത്തത്, അപ്പൊ അൾട്ടിമേറ്റ്ലി അവര് തന്നെ എന്താവും? ഭഗവാൻ തന്നെ മരണം അല്ലെ, മൃത്യു സർവ്വ ഹരശ്ചാഹം അല്ലെ. മൃത്യു ഒന്ന് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ തല കുനിച്ച് അവിടെ മരണത്തിന് അടിമപ്പെടേണ്ടി വരും എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നു. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു, അപ്പം ഈവൻ ഇഫ് നമുക്കിപ്പോ നമസ്കരിക്കണം എന്ന് തോന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നമസ്കരിക്കുകയാണ്. കാരണം ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിലും ഒരു ലീലയിലും ഒരു ഭക്തൻ, അപ്പം എല്ലാവരും നമസ്കരിച്ച സമയത്ത് ആ ഭക്തന് നമസ്കരിക്കാൻ തോന്നില്ല. അപ്പൊ ചിലപ്പം സാധാരണമാണ് ചില വ്യക്തികൾ തോന്നും, ഞാൻ എന്തിനാണ് ഒരു വ്യക്തിയുടെ മുമ്പിൽ തല കുനിക്കണം എന്ന് ചിന്തിക്കുന്നു അല്ലെ. നമ്മൾ എന്തിനാണ്, ഞാൻ വലുതാണ്, കാരണം നമ്മുടെ ഭൗതിക
ആയിട്ടുള്ള കാര്യങ്ങളും ഭൗതിക സൊസൈറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഞാൻ വലുതാണ്. ഒരിക്കലും നമ്മൾ ഒരു ഹ്യൂമിനിറ്റിയെ പറ്റി നമുക്ക് ഒരിക്കലും പറഞ്ഞു തരാറില്ല. നമ്മൾ ഈഗോ എങ്ങനെ കൂട്ടാന്നുള്ള കാര്യമാണ് പലപ്പോഴും പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കവേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഈ ഒരു ശിഷ്യൻ പറഞ്ഞു, എനിക്ക് അങ്ങേയടുത്ത് എനിക്ക് ഭഗവാന്റെ അടുത്തും അങ്ങേയടുത്തൊന്നും നമസ്കരിക്കാൻ തോന്നില്ല. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, നിനക്ക് നമസ്കരിക്കാൻ തോന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി നീ നമസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അപ്പം അങ്ങനെ അദ്ദേഹം നമസ്കരിക്കാൻ തുടങ്ങി. കാലക്രമേണ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ മാറ്റം വന്നു, അദ്ദേഹം ഭക്തനായി മാറുകയും ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഉത്സാഹം ഉണ്ടാവില്ലായിരിക്കും. എന്നാൽ നമ്മൾ ഉത്സാഹം ഇല്ലെങ്കിൽ ഉത്സാഹം ഉണ്ടാക്കാൻ വേണ്ടി ഉത്സാഹത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പം ശ്രീല പ്രഭുപാദ് പലപ്പോഴും പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, അപ്പൊ കൃഷ്ണാവബോധം തന്നെയാണ് ആക്ച്വലി ഒരു മനുഷ്യജീവന് ആക്ച്വലി ജീവൻ കൊടുക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതില്ലെങ്കിൽ മനുഷ്യജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഇടയ്ക്കൊക്കെ പല പല കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ പലപ്പോഴും തോന്നും. ചില പല ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ഒരിക്കലും നമ്മൾ കൃഷ്ണാവബോധത്തിന്റെ ഇമ്പോർട്ടൻസിനെ മറക്കരുത്. അതിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ തിരുനാമങ്ങൾ ജപിക്കുക, ശീലപ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുക, അത് ബാക്കിയുള്ളത് ഷെയർ ചെയ്യുക, സേവനങ്ങൾ അനുഷ്ഠിക്കുക, സത്സംഗത്തിൽ പങ്കെടുക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൃതജ്ഞത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഏത് ഭക്തന്മാരാണോ നമുക്ക് തന്നിരിക്കുന്ന ആ ഭക്തന്മാരുടെ കൃതജ്ഞതയും, അതോറിറ്റീസ് അടുത്തുള്ള കൃതജ്ഞത, ഗുരുവിന്റെ അടുത്തുള്ള കൃതജ്ഞത, ശീലപ്രഭുപാദിനുള്ള കൃതജ്ഞത, അതുപോലെ തന്നെ ചൈതന്യമാർഗ്ഗവും എല്ലായിടത്തും കൃതജ്ഞത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെന്നും ഭക്തിയിൽ മുന്നേറി പോകാൻ വളരെ എളുപ്പമാണ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. 1 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങളൊന്നുമില്ല തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. അപ്പൊ വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ശ്രീ ചൈതന്യ സദാനന്ദ की जय, श्रील प्रभुपाद की जय, समवेत गौर भक्त। थैंक यू प्रभु। हरे कृष्ण प्रभु जी। हरे कृष्ण प्रणाम। प्रणाम। हरे कृष्ण। प्रभु। हाँ, इस महाराज हरे कृष्ण।